പക്ഷെ ശപിക്കൂല ഒരു ഉമ്മയും വാപ്പയും. കാരണം ഞാൻ വാപ്പയായതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും, ശപിക്കൂല ഒരു ഉമ്മയും വാപ്പയും. പക്ഷേ മക്കളെ, മരുക്കളെ, സ്വന്തം വാപ്പാന്റെയും ഉമ്മാന്റെയും നിലയും വിലയും തിരിച്ചറിയാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ ഭൗതിക ഡിഗ്രി കൊണ്ടും സ്ഥാനം കൊണ്ടും ഒരു നേട്ടവുമില്ല. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്, എനിക്ക് അള്ളാഹു നൽകുന്ന ഓരോ അനുഗ്രഹങ്ങളും, എന്റെ യാത്രയിൽ എനിക്ക് കിട്ടുന്ന സംരക്ഷണവും എന്റെ ഉമ്മാന്റെയും വാപ്പാന്റെയും പ്രാർത്ഥനയാ. ഞാൻ ഇപ്പൊ ചെല്ലുമ്പോ പോലും ജീവിതത്തിലേക്ക് എന്നെ കാത്തിരിക്കുന്ന എന്റെ ഉമ്മ, ഞാൻ പോരുന്ന സമയത്ത് എന്റെ വീട്ടിന് കാവല് പോലെ വന്നു നിൽക്കുന്ന എന്റെ ഉമ്മ, അവരാണ് എന്റെ ബർക്കത്ത്, അവരാണ് എന്റെ റഹ്മത്ത്. ആ വാർദ്ധക്യമാണ് എന്റെ ഏറ്റവും വലിയ ഭംഗി. അല്ലാതെ വയസ്സന്മാര് വീട്ടിലുണ്ടാകുമ്പോ ഒരു സ്വൈര്യല്ലാന്നും, രണ്ടെണ്ണവും മരിച്ച് കബറിലേക്ക് പോകുമ്പോ ഇപ്പം ഭയങ്കര സ്വാതന്ത്ര്യ, പൊരയിലൊരു സ്വാതന്ത്ര്യമുണ്ട്, ഓല നോക്കണ്ടല്ലോ, പിന്നെ അവരുടെ ചിന്തകൾ അറിയണ്ടല്ലോ, ഇപ്പയാ ഞാൻ ജീവിക്കാൻ തുടങ്ങുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റും ഉമ്മയും വാപ്പയും മണ്ണുക്ക് മടങ്ങുമ്പോ. പക്ഷേ അള്ളാഹ് തിരിച്ചു തരുന്ന ഒന്നാമത്തെ ശിക്ഷ എന്താണെന്നറിയോ? ഉമ്മനെയും വാപ്പനെയും നോക്കാത്തവർക്ക് അവര് മണ്ണുക്ക് മടങ്ങുന്ന അന്ന് മുതൽ നമ്മളെ നെഞ്ചിന്റെ ഉള്ളിൽ ഒരു പെടച്ചിൽ വരും. ആ പെടച്ചിൽ എന്താണെന്നറിയോ? സ്വന്തം മക്കള് നമ്മളെ നേരെ തിരിഞ്ഞു നിൽക്കുമ്പോ നമുക്ക് തോന്നും ഇതെനിക്ക് കിട്ടേണ്ടതാ. കാരണം എന്റെ ഉമ്മാനെയും വാപ്പാനെയും ഞാൻ നോക്കിയിട്ടില്ല, എന്റെ ഭർത്താവിന്റെ ഉമ്മനെയും വാപ്പനെയും ഞാൻ നോക്കിയിട്ടില്ല, എന്റെ പെണ്ണിന്റെ ഉമ്മനെയും വാപ്പനെയും ഞാൻ നോക്കിയിട്ടില്ല. ആ കുറ്റബോധം ഉണ്ടല്ലോ, ആ നീറലുണ്ടല്ലോ മക്കളെ. ഒരു കൊല്ലം നിന്ന് ഹജ്ജ് ചെയ്താലും, ഒരാഴ്ച മുഴുവൻ നിസ്കരിച്ചാലും, 1 കോടി ഉറുപ്യ ദാനം ചെയ്താലും ആ നീറൽ ഉള്ളിന്റെ ഉള്ളിന്ന് പോവില്ല. ആ രക്ഷിതാക്കളെ നോക്കാത്ത മക്കൾക്ക് അള്ളാഹ് കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷയാണത്.